ത്രിയേക ദൈവത്തിന് സ്തുതി. 25 നോമ്പിലെ ധ്യാന ചിന്തകളുടെ അവസാന ദളത്തിൽ നാം ഒന്നിച്ച് ധ്യാനിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നിന്നുമാണ്. ദ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 3 വേഴ്സ് 20. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. പ്രഥമ ക്രിസ്മസ് രാവിലെ ആ സുന്ദര ദൃശ്യം ഇന്നും നമ്മുടെ ക്രിസ്മസ് കരോൾ സർവീസുകളിലും നമ്മുടെ പള്ളികളിൽ ക്രമീകരിക്കുന്ന ആഘോഷങ്ങളിലുമെല്ലാം നാം പുനരാവിഷ്കരിക്കാറുണ്ട്. കീറ്റുശീലയിൽ പൊതിയപ്പെട്ട് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന കുഞ്ഞു പൈതൽ, അതിനു ചുറ്റും അന്നത്തെ പലസ്തീൻ നാട്ടിലെ വേഷഭൂഷാദികൾ അണിഞ്ഞ് മാതാപിതാക്കളായ ജോസഫും മറിയയും ആട്ടിടയന്മാരും ഒപ്പം തന്നെ കിഴക്ക് നിന്ന് വന്ന രാജാക്കന്മാരും മാലാഖയും എല്ലാം നാം പുനരാവിഷ്കരിക്കാറുണ്ട്. എന്നാൽ കാലത്തികവിങ്കൽ കന്യകയിൽ നിന്ന് ജാതനായി കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ പിറവിയെടുക്കുമ്പോൾ അന്ന് ആശ്വാസത്തിനായി നോക്കിപ്പാർത്തിരുന്ന ഒരു ലോകം ചുറ്റുമുണ്ടായിരുന്നു. ആ ലോകത്തിൻ്റെ പ്രതിനിധികളായവരാണ് ആ പുൽത്തൊട്ടിയിൽ യേശുവിനരികിൽ വന്ന് നിന്നത്. ഇന്ന് നമ്മുടെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമുണ്ടാകുന്നുണ്ട്, മിഴിവുണ്ടാകുന്നുണ്ട്. എന്നാൽ ആശ്വാസത്തിനായി നോക്കിപ്പാർത്തിരിക്കുന്ന ലോകത്തിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും നമ്മുടെ ക്രിസ്മസ് ദൃശ്യങ്ങളുടെ പുനരാവിഷ്കാരങ്ങളിൽ ഭാഗമാകുന്നുണ്ടോ? ശീതീകരിച്ച പള്ളികൾക്കുള്ളിലോ പാരിഷ് ഹാളുകൾക്കുള്ളിലോ നാം ഇരുന്ന് ക്രിസ്മസിൻ്റെ സന്ദേശം പങ്കുവയ്ക്കുമ്പോൾ പുറത്ത് മഞ്ഞുകൊള്ളുന്ന, പുറത്ത് വെയിലേൽക്കുന്ന ഒരുപാട് പേർ ഈ സന്ദേശത്തിൻ്റെ ഭാഗമാകുവാൻ കെൽപ്പുള്ളവർ നമ്മുടെ കൂടിവരവുകളുടെ ഭാഗമാകുന്നില്ല എന്നുള്ള വേദന നമ്മെ ഭരിക്കേണ്ടതുണ്ട്. ഐ ക്വിറ്റ് എന്ന് പറഞ്ഞ് ബൂട്ടഴിച്ചു വെച്ച് തൻ്റെ കായിക ഇനമായ റെസ്ലിംഗിനോട് മാത്രമല്ല തൻ്റെ ജീവിത സമരങ്ങളോടും വിട പറഞ്ഞ് പിൻവാങ്ങിയ സാക്ഷി മാലിക്കിൻ്റെ ഇന്ത്യയാണ് ഇത്. ജീവിതത്തിൽ നേരിട്ട എല്ലാ എതിരനുഭവങ്ങളെയും അതിജീവിച്ച് ലോകമറിയപ്പെടുന്ന സാമൂഹ്യ ചിന്തകനായി, സാമ്പത്തിക ശാസ്ത്രജ്ഞനായി വളർന്ന പ്രൊഫസർ എം കുഞ്ഞാമൻ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് വഴിമാറി നടന്ന കേരളമാണ് ഇത്. ഡോക്ടർ ഷഹാന എന്ന മെഡിക്കൽ PG വിദ്യാർത്ഥിനി സ്നേഹത്തിന് യാതൊരു വിലയുമില്ലേ ഈ നാട്ടിൽ എന്ന് ചോദിച്ച് ജീവിതം അവസാനിപ്പിച്ച നാടാണ് നമ്മുടേത്. ഇങ്ങനെ നൊമ്പരപ്പെടുന്ന, ആശ്വാസത്തിനായി കാത്തിരിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ക്രിസ്തുമസ് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് അതുതന്നെയാണ്. നമുക്ക് ആശ്വാസത്തിൻ്റെ ഒരു മശിഹായെ അവൻ അയക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്വാസത്തിനുള്ള കാരണം ഈ കുഞ്ഞാണ് എന്നുള്ള ഉറപ്പാണ്, ധൈര്യമാണ് ക്രിസ്മസ് പകരുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും പ്രതീക്ഷയോടെ ക്രിസ്മസിനെ വരവേൽക്കാം. നമ്മുടെ ആഘോഷങ്ങളിലും ആരവങ്ങളിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് സ്ഥാനമുണ്ടാകട്ടെ. ആശ്വാസത്തിനായി നോക്കിപ്പാർത്തിരിക്കുന്നവർക്ക് ഒരിടമുണ്ടാകട്ടെ. നമ്മുടെ ക്രിസ്മസ് അന്വർത്ഥമായി തീരട്ടെ, അർത്ഥവത്തായി തീരട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. താങ്ക് യു.